പ്ലസ് ടു ഫിസിക്സ് അത്ര സിമ്പിൾ ആണോ സാർ? ഡെറിവേഷൻസിന്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് പ്ലസ് ടു കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ കുറച്ച് അധിക കാര്യങ്ങൾ നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് സാധാരണ മക്കൾക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 120 എന്ന് പറയുന്ന നിങ്ങളുടെ സ്കോർ. ഹലോ ഡിയേഴ്സ്, പ്ലസ് ടു ഫിസിക്സ് അത്ര സിമ്പിൾ ആണോ സാർ? ഇപ്പൊ കമന്റ് ബോക്സ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഏത് ലൈവ് കഴിഞ്ഞാലും ഫിസിക്സിന്റെ താഴെ വരുന്ന കമന്റ് ആണ്, സാർ ഈ പ്ലസ് ടു ഫിസിക്സ് ആണോ പ്ലസ് വൺ ഫിസിക്സ് ആണോ ഏറ്റവും എളുപ്പം, ഏതാണ് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്? വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കൾ ചോദിക്കുന്നത്. കാരണം പേഴ്സൺ ടു പേഴ്സൺ ഇതിന്റെ ഉത്തരം മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ച ടോപ്പിക് ഒന്ന് ഓർത്ത് നോക്കിയേ. അവിടെ നിങ്ങൾ പഠിക്കുന്ന മെജോറിറ്റിയും ഫോഴ്സിനെ പറ്റിയിട്ടും മോഷനെ പറ്റിയിട്ടുമാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ച് ആയിരുന്നു. എന്നാൽ പ്ലസ് ടുവിലേക്ക് വരുന്ന സമയത്തോ നമ്മൾക്ക് ഒരുപാട് ടോപ്പിക്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോ ഡൈനമിക്സ്, അതുപോലെ ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ് തുടങ്ങിയിട്ടുള്ള ഫിസിക്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചുകളാണ് മക്കൾ എന്ത് ചെയ്യുന്നത് പ്ലസ് ടുവിൽ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ കുറച്ച് അധിക കാര്യങ്ങൾ നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുണ്ടെങ്കിലും അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി കുട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് വണ്ണിലെ ലാബും പ്ലസ് ടുവിലെ ലാബും ഒരുമിച്ച് പ്ലസ് ടുവിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾക്ക് ആ ലാബിന്റെ എല്ലാവിധ എക്സാംസും എല്ലാവിധ ക്ലാസ്സും വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് സാധാരണ മക്കൾക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ചിലരെങ്കിലും പറയും പ്ലസ് ടു അത്യാവശ്യം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി പ്ലസ് ടുവിന്റെ ടോപ്പിക്കിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചധികം ഡെറിവേഷൻസ് നമ്മൾ പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് പ്ലസ് ടുവിൽ കൂടുതലാണ്. ഓരോ ചാപ്റ്ററിലും ചിലപ്പോൾ മിനിമം ചില ചാപ്റ്ററുകളിലൊക്കെ 6 ഡെറിവേഷൻസും ചില ചാപ്റ്ററുകളിൽ വളരെ ഡെറിവേഷൻ ഇല്ലാതെയൊക്കെ പോവാറുണ്ട്. അപ്പം ഡെറിവേഷൻസിന്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് പ്ലസ് ടുവിൽ വളരെ കൂടുതലാണ് നമ്മുടെ ഡെറിവേഷൻസ്. ഇനി ന്യൂമറിക്കൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് വണ്ണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലസ് ടുവിൽ ന്യൂമറിക്കൽസും കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. തിയറി പാർട്ടിന്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. സോ പഠിക്കാനുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുണ്ട്. എന്നാലും വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ട് നമുക്ക് പ്ലസ് ടു കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മക്കളെ മനസ്സിലാക്കാം, പ്ലസ് ടു എന്ന് പറയുന്നത് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കാര്യമാണ്, കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഫ്രെയിമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 120 എന്ന് പറയുന്ന നിങ്ങളുടെ സ്കോർ, പ്ലസ് ടുവിലെ മാർക്കാണ് ഫിസിക്സിൽ നിങ്ങൾ നേടിയെടുക്കാനുള്ളതാണ്. 60 മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിനും അതുപോലെ 20 മാർക്ക് നിങ്ങൾ സിഇക്കും അതുപോലെ PE എന്ന് പറയുന്ന പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ 40 മാർക്കും ഇൻ ടോട്ടൽ നമ്മൾക്ക് 120 മാർക്കാണ് പ്ലസ് ടുവിൽ നേടിയെടുക്കാനുള്ളത്. എന്നാൽ പ്ലസ് വണ്ണിലേക്ക് നോക്കുന്ന സമയത്തോ നമുക്ക് ടോട്ടൽ 80 മാർക്ക്, 60 മാർക്ക് നമ്മൾ എക്സാമിനും 20 മാർക്ക് നമ്മൾക്ക് ഇന്റേണൽ അല്ലെങ്കിൽ CE മാർക്കുമായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സോ മാർക്ക് ബേസ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് കുറച്ചധിക കാര്യങ്ങൾ നമുക്ക് പ്ലസ് ടുവിൽ വരുന്നുണ്ട്. സോ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക, എയ്ഗണിന്റെ ലൈവുകൾ കൃത്യമായി ഫോളോ ചെയ്യുക, എയ്ഗൺ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോവുക. ഉറപ്പായിട്ടും ഈ വർഷം നമ്മൾക്കുള്ളതാണ്, നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും.